ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ട ബാക്ക്ഗ്രൗണ്ട് കണ്ട ഫുൾ LP റെക്കോർഡുകളാണ്. അതായത് കണ്ടോ LP റെക്കോർഡുകൾ മണിച്ചിത്ര താഴ് താണ്ട വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ ആലങ്കോടുള്ള സ്മാർട്ട് സിറ്റിയിലാണ് കേട്ടോ. LP റെക്കോർഡിന്റെ അടിപൊളി കളക്ഷനുകളാണ് ഈ ഉള്ളത്. ഇത് കണ്ടോ ഫുൾ LP റെക്കോർഡ് ഫുള്ള് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഹലോ, എന്തുകൊണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തുകൊണ്ട് കറയൊക്കെ റിനോവേഷൻ ഒക്കെ ചെയ്ത് കിടിലമാക്കിയല്ലോ? ഇല്ല, നമ്മള് കസ്റ്റമർ എണ്ണമൊക്കെ കൂടിയപ്പോഴേ നമ്മൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒന്ന് കൂട്ടാതെ. അത് ശരി, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുതിയ എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ, നല്ല കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ഇങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ടോ? അഭിപ്രായമല്ലേ, നമ്മുടെ ഇതിന് രണ്ട് വീഡിയോയും ഭയങ്കര ഹിറ്റായിട്ട് പോയല്ലേ. ആണോ, താങ്ക് യു. പിന്നെ നമുക്ക് പുതിയ LP റെക്കോർഡ് എന്തൊക്കെ വന്നിട്ടുണ്ട്? പുതിയ LP റെക്കോർഡും മലയാളം ധാരാളം. മണിച്ചിത്രത്താഴ് ഇപ്പോഴും വളരെ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നുണ്ട്. തിയേറ്ററിലെ സിനിമ സൂപ്പർ ഹിറ്റായി. നമ്മളെ LP റെക്കോർഡും അതിനേക്കാൾ വലിയ ഹിറ്റായിട്ട് പോകുന്നുണ്ട്. ഫുൾ LP റെക്കോർഡ് ഹിന്ദിയുടെ ഒക്കെ കിടിലൻ കളക്ഷൻ ആണ്. റഹ്മാന്റെ ഒക്കെ കണ്ട കളക്ഷൻ LPകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ട രണ്ട് LP ആണ് കേട്ടോ വരുന്നത്. 2 LP റെക്കോർഡാണ് ഇതിനകത്ത് പാക്കിൽ വരുന്നത്. കിടിലൻ കളക്ഷൻ LP റെക്കോർഡുകൾ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്ര LP റെക്കോർഡ് കളക്ഷൻ ഉള്ള വേറെ ഷോപ്പ് കാണത്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ മണിച്ചിത്രത്താഴ്, ധ്വനി, മരക്കാറ്, ഇതാണ് ലേറ്റസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ LP റെക്കോർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടം. ഇത് കണ്ടോ, മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടം, ഒരു മെയ് മാസ പുലരിയിൽ സവിതം, ഇതാണ്ട് ജോൺസൺ മാഷിന്റെ ഹിറ്റ് സോങ് കേട്ടാ. അങ്ങനെ കുറേ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ LPകൾ ഇവിടെ അവൈലബിൾ ആയിട്ട്. മണിച്ചിത്രത്താഴ് സിനിമയാക്കി ഇപ്പോൾ റിലീസായിട്ട് LP എങ്ങനെയുണ്ട്? ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ LPക്ക്. പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലല്ലോ, സൈലന്റ് ആയിട്ട് പോകുന്നല്ലേ, ക്വാളിറ്റിയാ. അത് ശരി. ഇപ്പം LP ആണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂടുതലും? അതെ, ഇപ്പം നല്ല LP ആൾക്കാർക്ക് കൂടുതൽ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലേക്ക് ആൾക്കാർ നല്ല അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ ആയിരുന്നു, ഇപ്പം നമ്മളെ ഇന്ത്യയിലും ആയി, ഇപ്പം നമ്മളെ കേരളത്തിൽ സജീവമായിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഓഡിയോ കാസറ്റിലും അല്ലെങ്കിൽ വിനയൽ റെക്കോർഡ്സിലും പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്ര LP ഉള്ള കടകളും ഓഡിയോ CDയും ഓഡിയോ കാസറ്റും ഉള്ള കടകൾ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇനി അല്ല, നേരത്തെ അല്ല, ഒരു 2010 മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ക്ഷമ വേണം. അത് ഷീക്കൊക്കെ ഭയങ്കര ക്ഷമയാണല്ലോ. നമ്മൾ ഇതിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളീസാണ് നമ്മളെ പ്രധാന കസ്റ്റമേഴ്സ്. അവർക്ക് ഈ സാധനം വളരെ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ എല്ലാ രാജ്യങ്ങളിലും അയച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ പ്ലെയർ അങ്ങനെ പോകുന്നത് ഡെനോൺ നന്നായി പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്ലെയറാണ് എല്ലാവർക്കും എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡെനോണിന്റെ കൊടുക്കുന്ന പ്ലെയർ കേട്ടോ. DP29 ബേസിക് മോഡലാണ്. അതിനകത്ത് ഫോണോയും RC ഉണ്ട് ഇല്ലേ?
കുർബാനി പഴയ ഹൈലൈറ്റുകളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കും നിങ്ങൾക്ക് LP റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ കടകൾ കേരളത്തിലില്ല, എൻ്റെ അറിവിൽ വേറെ കടയില്ല. ഇതുവരെ എൻ്റെ അറിവിൽ വേറെ കടകൾ ഇത്രയും കളക്ഷൻ വരട്ടെ. ഓക്കെ, വരട്ടെ. എൻ്റെ അറിവിൽ വേറെ കടകളില്ല. അപ്പം നിങ്ങൾക്ക് ഇത് കാണാനും വന്ന് അല്ലയോ, നിങ്ങൾ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കടയൊന്ന് വിസിറ്റ് ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും വന്നൊന്ന് വിസിറ്റ് ചെയ്ത്. പിന്നെ കാസറ്റും ഒരുപാട് കാസറ്റുകളുണ്ട്. തരങ്കണിയുടെയൊക്കെ ഒരുപാട് കാസറ്റുകൾ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഒറ്റ പീസൊന്നും അല്ല ഇരിക്കുന്നത്. അതാണ്ട് ഇരിക്കുന്നുണ്ടോ ഓണപ്പാട്ടുകളൊക്കെ. ഈ ഓണം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തീരും. കുറെ കാസറ്റുകൾ പുള്ളിയുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. പിന്നെ CD-യും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ, ബ്ലൂറേ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എങ്ങും അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാ. പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പൊ ഇറങ്ങുന്ന ഇത് റെക്കോർഡ്സ് മാത്രമല്ല ഉള്ളൂ. അപ്പൊ റെക്കോർഡ്സുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇറങ്ങുന്നത്. തരങ്കണി ഒന്നും മറ്റേ ഓഡിയോ CD-കൾ ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ, കോപ്പിയൊക്കെ അല്ല വരുന്നുള്ളൂ. എല്ലാം ഒറിജിനൽ CD-കളാണ്. ഓഡിയോ CD-യുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഞങ്ങളിൽ. ഹിന്ദി ഓഡിയോ CDs ഒക്കെ വലിയ നല്ല കളക്ഷൻസ് ഹിന്ദിയുണ്ട്. സാജൻ കുച്ചു കുച്ചു എല്ലാം മിക്കവാറും എല്ലാ കളക്ഷനുകളുണ്ട്. അതെ അതെ, ഹിന്ദി ഓഡിയോ സീരീസ് നന്നായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇമ്പോർട്ടൻ്റ് ഓഡിയോ CD ഇമ്പോർട്ടഡാ. അതെ അതെ, ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ. അല്ല, അത് പൊട്ടിച്ച് തന്നെ വേറെ കവർ ഇട്ടിരിക്കുന്നുള്ളത്. അത് ഷെല്ലൊക്കെ പൊട്ടിക്കാത്ത CD നമുക്ക് കിട്ടുന്ന കാര്യം വളരെ പാടായിരിക്കും. ആരെങ്കിലും ഒക്കെ കേട്ട് കാണും. മറ്റേ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഉണ്ടോ? ഇത് കണ്ട പുതിയതായി ഇപ്പൊ ഇറങ്ങിയ ഓഡിയോ CD ഇതാണോ? വർഷങ്ങൾക്ക് ശേഷമാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. എത്ര വില? 200 അല്ല, അത് 199 രൂപയാണ് കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളത് ഹൃദയം അല്ലേ, അതിങ്ങനെ അല്ലേ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ആലങ്കോട് കേട്ടോ. അതേതാ കാണിച്ച ഗജനി വലിയൊരു കളക്ഷൻ ഉണ്ട്. സീൽഡ് CD ഉണ്ട്. താലുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നല്ലോ. ഇവിടുത്തെയാണോ? സീൽഡ്. പൊട്ടിക്കാത്ത CD ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം അങ്ങനെ കടയൊക്കെ റിനോവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വന്ന് സാധനങ്ങളൊക്കെ ഉറപ്പായിട്ട് കാണാനും വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളക്ഷനുകളെല്ലാം ഇവിടെ കാണും. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിസാമൊക്കെ എടുത്ത് കൊടുക്കത്തില്ലേ? വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇക്ക എടുത്തു തരും. അപ്പോൾ ഓണമായിട്ട് വല്ല നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് എല്ലായിടത്തും ഉത്തരവാദിത്തമായിട്ട് ലോകത്ത് എവിടെയും ഞങ്ങൾ ഈ സാധനം ഡെലിവറി ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ വേണേലും കൊറിയർ ചെയ്ത് ഭദ്രമായിട്ട് നിങ്ങളുടെ കൈകളിൽ സാധനം ഉത്തരവാദിത്തമുണ്ട്. അതാണ് ബെർസാത്തൊക്കെ ഇരിക്കുന്നല്ലോ. LP ഹിന്ദിയാണെന്ന് തോന്നുന്നല്ലേ LP കൂടുതലല്ലേ? മലയാളം ഇനി ഏതാ LP വരാനുള്ളത്? ഒരു വടക്കൻ വീരകഥ വരുന്നുണ്ട്. അത് ശരി. സ്വര ഓഡിയോസ് ആണോ അല്ല ഇറക്കുന്നത്?
ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് LP റെക്കോർഡോ ഓഡിയോ കാസറ്റോ ഓഡിയോ CD-യോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ആറ്റിങ്ങലുള്ള സ്മാർട്ട് സിറ്റിയിൽ ചെന്നാൽ മതി. ആറ്റിങ്ങൽ ആലങ്കോട് ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പം നിസാമക്കയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിട്ട് LP റെക്കോർഡ് ആയാലും ഓഡിയോ കാസറ്റോ CD-യോ എന്തായാലും എത്തും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.